എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. വിഷൻ ഫസ്റ്റ് റാങ്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 മലയാളം ക്വസ്റ്റ്യൻസ്, 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന എക്സാമുകൾക്കും ഉപകാരപ്രദമാകും. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? സോമൻ, വിധു, ഇന്ദു എന്നിവ ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ്. സോമൻ, വിധു, ഇന്ദു ഇവ ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ്. തെറ്റായ പദം വൃശ്ചികം എന്നുള്ളതാണ് തെറ്റായ പദം. വൃശ്ചികം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്ക്. ബാക്കിയുള്ള ശരിയായിട്ടുള്ള വാക്കുകൾ നോക്കുക. ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം. ഓക്കെ, അടുത്തത് നാഗം എന്നതിൻ്റെ വിപരീതം നരകം എന്നുള്ളതാണ്. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. സ്വർഗത്തിൻ്റെ വിപരീതം നരകമാണ്. ഇനി നാഗം, ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പാമ്പാണ്. പാമ്പ്. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകൃത്യ. കൃതകൃത്യ എന്നുള്ളതാണ് ചെയ്യേണ്ടത് ചെയ്ത എന്നുള്ളത് വരുന്നത്. താഴെ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ ഓരോരുത്തർക്കും ഫസ്റ്റ് ഓപ്ഷൻ ഓരോരുത്തർക്കും എന്നുള്ളതിനും പ്രത്യേകമായി സെയിം മീനിങ് ആണ്. രണ്ടാമത്തതും അതേ വാക്കുകൾ തന്നെയാണ് ആവർത്തിച്ചു വരാത്ത ഒറ്റ ഒരു വാക്യം ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എന്നുള്ളതാണ്. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദം എന്നുള്ളതാണ്. നിദ്വാനം ശബ്ദം. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ എന്ന് പറയുന്നത് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത്. പെങ്ങൾ എന്നുള്ളതാണ് ബഹുവചന രൂപം അല്ലാത്തത്. ജഗന്മനസ് പിരിച്ചെഴുതിയാൽ ജഗത് അധികം മനസ്സ് എന്നുള്ളതാണ് ജഗന്മനസ്. ജഗത് അധികം മനസ്സ് ജഗന്മനസ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ച് കാലം കഴിക്കുന്നവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. കോൺസെൻസസ് CONSENSUS എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഐ നീഡ് ഡാഷ് ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക്. എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ നീഡ് എ ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക്. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വേർബ് to complete the sentence. Neither the team nor the coach dash satisfied with the result. ഇത് നെയ്തർ നോർ വരികയാണെങ്കിൽ അവിടെ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോച്ച് എന്നുള്ളതാണ് വെർബ് ഇതായിട്ട് എടുക്കേണ്ടത്, സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോച്ച് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് എടുക്കാം, ഈസ്. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈസ് എന്നുള്ളത് മാത്രമേ വരുള്ളൂ. പിന്നെ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അടുത്തത്, കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. മൈ മദർ പ്രിപ്പയർഡ് എ ഡിലീഷ്യസ് മീൽ. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്. മൈ മദർ പ്രിപ്പയർഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. പാസ്റ്റ് ടെൻസ് വന്നാൽ പാസീവ് വോയിസിൽ വാസ് എന്നുള്ള ഒരു വെർബ് കൂടി വരണം, ഓക്സിലറി വെർബ് കൂടി വരണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിലും സിയിലും എന്ത് വന്നിട്ടുണ്ട്? വാസ് വന്നിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ സിയിൽ എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പ്രിപ്പയറിങ്. അവിടെ പ്രിപ്പയറിങ് എന്ന് പറയുന്ന വെർബ് കൊടുത്തിട്ടില്ല, പ്രിപ്പയർഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ബൈ ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബൈ എന്നുള്ള ആ ഒരു വാക്കില്ലാത്തതുകൊണ്ട് തന്നെ സിയും ഡിയും ക്യാൻസൽ ആക്കാം. പിന്നെ എയും ബിയും മാത്രമാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ വാസ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് സെൻറ്റൻസ്. ഷീ പെർഫോംഡ് ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഷീ പെർഫോംഡ് ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വെൽ. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ദ വേർഡ് ബെനവലൻറ്റ്. ബെനവലൻറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് മെയിൽവലൻറ്റ് എന്നാണ്. മെയിൽവലൻറ്റ്. വാട്ട് ഡസ് ATM കോമൺലി റെഫർ ടു ഇൻ ബാങ്കിങ്. ATMൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഫോർ വൊറാഷ്യസ്. വൊറാഷ്യസ് എന്നുള്ളതിൻ്റെ സിനോണിം ഇൻസാറ്റിയബിൾ എന്നുള്ളതാണ്. വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്. ഷീ എന്നുള്ളതാണ് സബ്ജക്റ്റ് വരുന്നത്. ഷീ എന്ന് പറയുന്നത് എന്താണ്?
സിംഗുലറാണ്, അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് വരണം. ഇവിടെ സിംഗുലർ വന്നിട്ടുള്ളത് ഈസ് നോട്ട് എന്ന് വന്നിട്ടുണ്ട്, ഡസ് നോട്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഷീ ഡസ് നോട്ട്, അതായത് ഷീ ലൈക്സ് പിസ്സ എന്ന് വന്നാലും കറക്റ്റാണ്. ഇവിടെ ലൈക്സിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡസ്സും ലൈക്കും വരും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷീ ലൈക്സ് പിസ്സ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ലൈക്സ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലൈക്സിനെ പിരിച്ചിട്ട് ഡസ്സും ലൈക്കും ആക്കി ഡസ്സിൻ്റെ കൂടെ നോട്ട് ചേർത്തു. ഓക്കെ, ഷീ ഈസ് നോട്ട് ലൈക്ക് പിസ്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ പിസ്സ പോലെ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഓപ്ഷൻ ഡി ശരിയല്ലാത്തത്. ഓക്കെ, അടുത്തത് 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോൺ സൈസ് ഈസ് മെഷേർഡ് ഇൻ. ഫോൺ സൈസ് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പോയിൻറ്റ്സിലാണ് ഇതിൻ്റെ ഫോൺ സൈസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീസ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+H. Ctrl+H ആണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ അലൗസ് അസ് ടു സെൻഡ് സെയിം ലെറ്റർ ടു ഡിഫറെൻറ്റ് അഡ്രസ്സസ് ഇൻ MS Word. MS Wordൽ ഒരു സെയിം ലെറ്ററിന് ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? എല്ലാവർക്കും ആൻസർ ഓപ്ഷൻ സി ആണ്, മെയിൽ മെർജ്. മെയിൽ മെർജ് ആണ് സെയിം ലെറ്റർ ഡിഫറെൻറ്റ് പേഴ്സൺസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ ടു മൂവ് കേഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ഡോക്യുമെൻറ്റ്. ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Home. Ctrl+Home എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, Ctrl+X ഈസ് യൂസ്ഡ് ടു. Ctrl+X എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കട്ട് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്. ഓക്കെ, കോപ്പി ദ സെലക്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് Ctrl+C ആണ്. പേസ്റ്റ് Ctrl+V ആണ്. പ്രിൻറ്റ് ദ പേജ് എന്ന് പറയുമ്പോൾ Ctrl+P ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബട്ടൺ ഇൻ MS Word കണ്ടെയ്ൻസ് ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സ്. ഫയൽ മാനേജ്മെൻറ്റ് കമാൻഡ്സിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന MS Word 2007 ഉപയോഗിക്കുന്ന ബട്ടൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബോവ്. ടു സെലക്ട് ആൻ എൻറ്റയർ കോളം ഇൻ എക്സൽ യൂസ്. അതായത് എക്സലിൽ ഒരു എൻറ്റയർ കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Spacebar. അടുത്തത്, സെൽ B12 ഓൺ ഷീറ്റ് 2 ക്യാൻ ബി റെഫേർഡ് ഫ്രം ഷീറ്റ് 1 ലൈക്ക്. അതായത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അതുപോലെ പഠിച്ചു വെക്കാൻ പറ്റും നമുക്ക്. സെൽ B12 ഓൺ ഷീറ്റ് 2 ക്യാൻ ബി റെഫേർഡ് ഫ്രം ഷീറ്റ് 1 ലൈക്ക്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഷീറ്റ് 2, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ B12. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ഫോൺ ഡയലോഗ് ബോക്സ് ഇൻ MS Word. MS Wordൽ ഫോൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, Ctrl+Shift+F ആണ് ഫോണ്ട് ഡയലോഗ് ബോക്സ് MS Wordൽ ഓപ്പൺ ചെയ്യുന്നത്. ഷോർട്ട് കട്ട് കീ Ctrl+Shift+F ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.